Hello, everybody. Welcome to English Speaking Course. Stay positive and be happy. ഇന്ന് നമുക്ക് കുറേ ഇംഗ്ലീഷ് ഡെയിലി യൂസ് സെൻറ്റൻസസ് പഠിക്കാം. And the most interesting part is that these sentences are of 3 words. 3 word sentences ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 3 വാക്കുകൾ ഒരുമിച്ച് പഠിച്ചു വെക്കാൻ വളരെ ഈസിയാണ്. ഗ്രാമറിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൺലി തിങ് യു നീഡ് ഈസ് റെപ്പിറ്റേഷൻ. സെൻറ്റൻസസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞ് പഠിക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കോൾ മീ ബാക്ക്. കോൾ മീ ബാക്ക്. ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് നമ്മളെ ഫോണിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ തിരിച്ചു വിളിക്കൂ. ഫോർ ദാറ്റ് വി ക്യാൻ സേ കോൾ മീ ബാക്ക്. Call me back. Do repeat. Call me back. Keep in touch. Keep in touch. കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ സംസാരിച്ചതിന് ശേഷം നമുക്ക് പറയാം കീപ്പ് ഇൻ ടച്ച്. കോണ്ടാക്റ്റിൽ നിൽക്കണേ. അതിൻ്റെ അർത്ഥം ഫോൺ വിളിക്കണം അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം. സ്റ്റേ ഇൻ ടച്ച് എന്ന് പറയേണ്ട അർത്ഥമാണ് കീപ്പ് ഇൻ ടച്ച്. വാട്ട്സ് ഗോയിങ് ഓൺ. വാട്ട്സ് ഗോയിങ് ഓൺ. എന്താണ് ഇവിടെ നടക്കുന്നത്? What's going on? What's going on? Please sit down. Please irikku. Please sit down. Please sit down. Don't be silly. Don't be silly. മണ്ടത്തരം കാണിക്കരുത്. Don't be silly. It's too late. It's too late. വളരെ വൈകിപ്പോയി. It's too late. എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചെയ്യാൻ ലേറ്റായാൽ നമ്മൾ പറയാറില്ലേ വൈകിപ്പോയി. ഇറ്റ്സ് ടു ലേറ്റ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം ഇറ്റ്സ് ഓൾ ഓവർ. എല്ലാം കഴിഞ്ഞു. ഇറ്റ്സ് ഓൾ ഓവർ. ലെറ്റ് മീ സീ. ഞാനൊന്ന് നോക്കട്ടെ. ലെറ്റ് മീ സീ. അത് സ്പീഡിൽ നേറ്റീവ് സ്പീക്കേഴ്സ് പറയുമ്പം വി ക്യാൻ ജോയിൻ ലെറ്റ് ആൻഡ് മീ ടുഗെദർ ആൻഡ് സേ ലെറ്റ് മീ സീ. ലെറ്റ് മീ സീ. ഇവിടെ ടി സ്ട്രെസ് ചെയ്യണ്ട. ലെറ്റിൻ്റെ ടി. ദെൻ ഇറ്റ് വിൽ സൗണ്ട് ലെറ്റ് മീ സീ. ഐ ലൈക്ക് ദിസ്. ഐ ലൈക്ക് ദിസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദിസ്. ഐ ലൈക്ക് ദിസ്. ഐ എം സ്കാഡ്. ഐ എം സ്കാഡ്. സ്കാഡ് എന്ന് പറഞ്ഞാൽ പേടിയാവുന്നു. ഐ എം സ്കാഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാകുന്നു. ഐ എം സ്കാഡ്. I don't mind. I don't mind. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കിതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയാൻ നമുക്ക് പറയാം ഐ ഡോണ്ട് മൈൻഡ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് പറയാം യു ആർ റോങ്. നിങ്ങൾ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇൻ ഇംഗ്ലീഷ് വി ക്യാൻ സേ യു ആർ റോങ്. യു ആർ റോങ്. Are you crazy? Are you crazy? നിനക്ക് വട്ടാണോ? Are you crazy? Are you crazy? What to do? ഇനി എന്ത് ചെയ്യേണ്ടത്? What to do? എന്തെങ്കിലും പ്രശ്നത്തിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം what to do. Do you have? നിൻ്റെ അടുത്ത് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ വേണമായിരുന്നു. Do you have? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മലയാളം പറയേണ്ട ഇടയിൽ വേണം നമുക്ക് ഈ 3 വേർഡ് സെൻറ്റൻസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഐ എം റെഡി. ഞാൻ റെഡിയാണ്. ഐ എം റെഡി. ഐ ഹേറ്റ് യു. എനിക്ക് നിന്നെ വെറുപ്പാണ്. ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് യു. സെർവ് ദ ഫുഡ്. സെർവ് ദ ഫുഡ്. ഭക്ഷണം വിളമ്പൂ. സപ്പോസ് വീട്ടിൽ ഗസ്റ്റ് വന്നിട്ട് ഇരിക്കുന്നുണ്ട്, സംസാരിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ട സമയമായാൽ നമ്മൾ പറയാറില്ലേ ഭക്ഷണം വിളമ്പൂ. ദാറ്റ് വി ക്യാൻ സേ ഇൻ ഇംഗ്ലീഷ് സെർവ് ദ ഫുഡ്. സെർവ് ദ ഫുഡ്. ആർ യു ഗോയിങ്? ആർ യു ഗോയിങ്? നീ പോകുന്നുണ്ടോ? ആർ യു ഗോയിങ്? സപ്പോസ് നമ്മൾ 2 ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരാൾ പറയുന്നു നാളെ കല്യാണമാണ് അവൻ്റെ. അപ്പോൾ നമുക്ക് ചോദിക്കാം ആർ യു ഗോയിങ്? നീ പോകുന്നുണ്ടോ? ആർ യു ഗോയിങ്? You did it. You did it. നീയാണത് ചെയ്തത്. You did it. I will come. I will come. ഞാൻ വരും. I'll come. Come with us. ഞങ്ങളെ കൂടെ വരൂ. Come with us. Come with us.
അല്ലെങ്കിൽ പറയാം come with me. എൻ്റെ കൂടെ വരൂ. come with me. come with me. listen to me. listen to me. ഞാൻ പറയേണ്ടത് കേൾക്കൂ. listen to me. as you wish. as you wish. നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ നമ്മൾ പറയാറില്ലേ, അത് ഇംഗ്ലീഷിൽ പറയാം as you wish. I can't move. I can't move. can't എന്ന് പറഞ്ഞാൽ cannot. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും വേദനിച്ചാൽ നമ്മൾ പറയാറില്ലേ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം I can't move. leave me alone. എന്നെ തനിച്ച് വിട്ടേ. leave me alone. leave me alone. look at her. അവളെ നോക്കിയേ. look at her. look at her. ഇനി അവനെ നോക്കിയേ പറയണമെങ്കിൽ we can say look at him. I know you. എനിക്ക് നിന്നെ അറിയാം. I know you. എനിക്ക് നിന്നെ അറിയാം. I know you. I know you. in my opinion. എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം അവിടെ പറയാം. നമ്മളെ അഭിപ്രായം പറയാം. in my opinion. നീ അവിടെ പോകണമായിരുന്നു. I can dance. എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും. I can എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും. എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും. I can dance. എനിക്ക് പാടാൻ കഴിയും എന്ന് പറയണമെങ്കിൽ we can say I can sing. see you again. വീണ്ടും കാണാം. see you again. see you again. see you again. don't give up. don't give up. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ തോൽവി സമ്മതിക്കരുത്, അതാണ് അതിൻ്റെ അർത്ഥം. ഡോണ്ട് ഗീവ് അപ്പ്. ട്രൈ യുവർ ബെസ്റ്റ്. പരമാവധി ശ്രമിക്കണം. ട്രൈ യുവർ ബെസ്റ്റ്. ട്രൈ യുവർ ബെസ്റ്റ്. സ്പീക്ക് യുവർ മൈൻഡ്. സ്പീക്ക് യുവർ മൈൻഡ്. നിങ്ങളെ മനസ്സിൽ എന്താണ് അത് പറയൂ. സ്പീക്ക് യുവർ മൈൻഡ്. ആരോടെങ്കിലും എന്തെങ്കിലും അഭിപ്രായം അറിയണമെങ്കിൽ നമുക്ക് പറയാം സ്പീക്ക് യുവർ മൈൻഡ്. നിൻ്റെ മനസ്സിലുള്ളത് പറയൂ. ലീവ് ഇറ്റ് നൗ. ലീവ് ഇറ്റ് നൗ. അത് വിട്ടേക്ക്. ലീവ് ഇറ്റ് നൗ. ലീവ് ഇറ്റ് നൗ. പ്രേ ടു ഗോഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കൂ. പ്രേ ടു ഗോഡ്. പ്രേ ടു ഗോഡ്. പ്രേ ടു ഗോഡ്. യു മസ്റ്റ് ഗോ. നീ എന്തായാലും പോയി ഇരിക്കണം. ഇവിടെ നമ്മൾ മസ്റ്റാണ് യൂസ് ചെയ്തത്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പൽഷൻ, ഇറ്റ്സ് എൻ ഒബ്ലിഗേഷൻ. നിങ്ങൾ എന്തായാലും അത് ചെയ്തിരിക്കണം. യു മസ്റ്റ് ഡു അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും അത് ചെയ്യണം. യു മസ്റ്റ് ഡു. അല്ലെങ്കിൽ യു മസ്റ്റ് സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും പാടണം. അങ്ങനെ നമുക്ക് ഒബ്ലിഗേഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യു പറയാം, മസ്റ്റ് പറയാം, പിന്നെ എന്താണോ ചെയ്യേണ്ടത് അവിടെ ആ ആക്ഷനും കൂടെ പറയാം. നൗ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ പറയാം നൗ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇപ്പം പ്രശ്നമില്ല, ഇപ്പം ശരിയായി. ഇതൊക്കെ കോമൺ ആയിട്ട് ജനറലായിട്ട് പറയാൻ വി ക്യാൻ സീ നൗ ഇറ്റ്സ് ഓക്കെ. സ്റ്റോപ്പ് ടോക്കിംഗ് നോൺസെൻസ്. മണ്ടത്തരം പറയരുത്. ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ ഒന്ന് മണ്ടത്തരം പറയൽ നിർത്തൂ. അത് പറയാൻ വി ക്യാൻ സേ സ്റ്റോപ്പ് ടോക്കിംഗ് നോൺസെൻസ്. I still can't. I still can't. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രേസാണ്. I still can't. എനിക്ക് ഇപ്പോഴും കഴിയുന്നില്ല. ഒരു കാര്യം നമുക്ക് ഇപ്പോഴും കഴിയുന്നില്ലെങ്കിൽ ചെയ്യാൻ വി ക്യാൻ സേ I still can't. You had food. നീ ഭക്ഷണം കഴിച്ചോ? എപ്പോഴും നമ്മൾ മലയാളി സ്ഥിരമായിട്ട് ചോദിക്കേണ്ടതാണ് ഭക്ഷണം കഴിച്ചോ. വി ക്യാൻ ആസ്ക് യു ഹാഡ് ഫുഡ്. ഇനി അതിൻ്റെ പകരം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം യു ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഹാവ് യുവർ ലഞ്ച്. ലഞ്ച് കഴിക്കൂ. അത് ഇതേപോലെ ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. ഹാവ് യുവർ ഡിന്നർ. ഡിന്നർ കഴിക്കൂ. ഡോണ്ട് കീപ് കംപ്ലൈനിങ്. കംപ്ലെയിൻ പറഞ്ഞുകൊണ്ടിരിക്കരുത്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത്. ഡോണ്ട് കീപ് കംപ്ലൈനിങ്. ചിലവർക്ക് സ്വഭാവമുണ്ടാവും എന്നും മറ്റുള്ളവരെ കംപ്ലയിൻറ്റ് പറയും, അല്ലെങ്കിൽ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കംപ്ലയിൻറ്റ് പറയും. അറ്റ് ദാറ്റ് പോയിന്റ് വി ക്യാൻ സീ ഡോണ്ട് കീപ് കംപ്ലൈനിങ്. ഡോണ്ട് കീപ് കംപ്ലൈനിങ്. സെൻറ്റൻസസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് കണ്ടിന്യൂ.
Try it once. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യൂ. Try it once. Try it once. Everyone did well. എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. Everyone did well. നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആവാം. എന്തും. Answer my question. Answer my question. ഞാൻ ചോദിക്കണ്ട ചോദ്യത്തിന് ഉത്തരം തരൂ. Answer my question. Watch and learn. നമ്മൾ എന്തെങ്കിലും കാര്യം ആർക്കെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പറയാം വാച്ച് ആൻഡ് ലേൺ. എന്നെ കണ്ട് പഠിക്കൂ. Take it away. Take it away. ഇത് എടുത്തിട്ട് പോകൂ. ഏതെങ്കിലും സാധനം നമുക്ക് വേണ്ട, അത് മറ്റുള്ളവരോട് എടുത്തിട്ട് പോകാൻ നമുക്ക് പറയാം ടേക്ക് ഇറ്റ് അവേ. ടൈം വിൽ ടെൽ. സമയം തെളിയിക്കും. ടൈം വിൽ ടെൽ. ടൈം വിൽ ടെൽ. Nobody could understand. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. Nobody could understand. Nobody could understand. Everything seemed right. എല്ലാം ശരിയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. Everything seemed right. Anything could happen. എന്തും സംഭവിക്കാം. Anything could happen. Nothing feels right. ഇവിടെ ഒന്നും ശരി തോന്നുന്നില്ല. ഒരു നെഗറ്റീവ് വൈബ് കിട്ടും ചില സമയത്ത് നമുക്ക്. At that point we can say nothing feels right. Do the dishes. പാത്രം കഴുകൂ. Do the dishes. പാത്രം കഴുകാനുണ്ടെങ്കിൽ നമുക്ക് പറയാം do the dishes. പാത്രം കഴുകൂ. Do something else. വേറെ എന്തെങ്കിലും ചെയ്യൂ. Do something else. Do something else. Wait a moment. Wait a moment. ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ. Wait a moment. Heat it up. ഇതൊന്ന് ചൂടാക്കിയേ. ചിലപ്പോൾ ചായയൊക്കെ തണിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറയാറില്ലേ ഒന്ന് ചൂടാക്കിയേ. We can say heat it up. Heat it up. Show the doctor. ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ നമ്മൾ അഡ്വൈസ് കൊടുക്കാറില്ലേ ഡോക്ടറെ കാണിച്ചു നോക്കൂ. അത് നമുക്ക് പറയാം ഷോ ദ ഡോക്ടർ. സ്റ്റാൻഡ് അപ്പ് സ്റ്റിൽ. അനങ്ങാണ്ട് നിൽക്കൂ. ഇത് കൂടുതലും നമ്മൾ കുട്ടികളോടാണ് പറയാറുള്ളത്. സ്റ്റാൻഡ് അപ്പ് സ്റ്റിൽ. കുറച്ചു നേരം അനങ്ങാണ്ട് നിൽക്കൂ. കോൾ മീ ലേറ്റർ. എന്നാൽ പിന്നീട് വിളിക്കൂ. വളരെ തിരക്കായിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫോൺ കോളൊക്കെ വരാറുണ്ട്. അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ സേ കോൾ മീ ലേറ്റർ. ടേൺ ഓഫ് എവറിത്തിങ്. എല്ലാം ഓഫാക്കിയേ. നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുമ്പം ഞാനൊക്കെ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട് എല്ലാം ഓഫാക്കിയേ. ടേൺ ഓഫ് എവറിത്തിങ്. സ്വിച്ച് ആണെങ്കിലും ഗ്യാസ് സ്റ്റവ് ആണെങ്കിലും ഒക്കെ ഓഫാക്കിയെന്ന് പറയാൻ വേണ്ടിയിട്ട് വി ക്യാൻ സേ ടേൺ ഓഫ് എവറിത്തിങ്. വേക്ക് ദ കിഡ്സ്. കുട്ടികളെ എണീപ്പിക്കൂ. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് സ്ഥിരമായിട്ട് പറയേണ്ട കാര്യമാണ്. ബിക്കോസ് എൻ്റെ കുട്ടികൾ എണീക്കാൻ ഭയങ്കര മടി കാണിക്കും. സോ ഐ ഓൾവേസ് ടെൽ ഹിം വേക്ക് ദ കിഡ്സ്. കുട്ടികളെ എണീപ്പിക്കൂ. എവറിത്തിങ് വെൻറ്റ് വെൽ. എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഒരു മാരേജ് കഴിഞ്ഞ് ഒരു പാർട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ സെൽഫ് സാറ്റിസ്ഫാക്ഷനോട് പറയേണ്ട ഒരു സെൻറ്റൻസാണിത്. എവറിത്തിങ് വെൻറ്റ് വെൽ. സോ നമ്മൾ ഇന്ന് കുറേ സെൻറ്റൻസസ് പറഞ്ഞ് പഠിച്ചു. നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് പഠിക്കണം. അല്ലെങ്കിൽ വീഡിയോ വീണ്ടും കണ്ട് പ്ലേ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം. റൈറ്റ് സൈഡിലുള്ള വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ എങ്ങനെയാണ് കൺവേഴ്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവിടെ പഠിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.